പിതാവിനെ മകൻ അനുസ്മരിപ്പിക്കുക എന്ന് ഞാൻ എവിടെ പറയുമ്പോഴും എന്റെ മനസ്സിൽ ആദ്യം എത്തുന്ന ചിത്രം പുത്രൻ പിതാവിന്റെ പൂർണ്ണ. ആ കാര്യത്തിൽ സെയ്ദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ ഭാഗ്യമാണ്. ചിലപ്പോഴൊക്കെ എനിക്ക് മുനവ്വർമാന് കൈയെടുത്ത് അനക്കുമ്പോൾ എനിക്ക് സങ്കടം വരും. ഇങ്ങനെ ഒരു തനി പകർപ്പ് ചുണ്ടിങ്ങനെ ആക്കുമ്പോൾ എനിക്ക് തങ്ങൾ ഓർമ്മ. തങ്ങളുടെ എല്ലാ ഭാവങ്ങളും ശ്രദ്ധിച്ച് ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അലകടലിന്റെ വക്കത്ത് കൗതുകത്തോടെ നിന്നൊരു മനുഷ്യനാണ് ഞാൻ. മനുഷ്യന് മടുക്കാത്ത കാഴ്ചയുണ്ട്, അത് കടലാണ്. കടൽ കണ്ടിട്ട് എനിക്ക് മടുത്തു നിന്നൊരു കാര്യം പറഞ്ഞിട്ടില്ല. അത്ഭുതമാണ്, വിസ്മയം. അതായിരുന്നു മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ഒന്നിച്ച് സംഘടിപ്പിക്കുന്ന ഒരു ലെജൻഡറി മെമ്മറിയാണ്. അതായിരുന്നു മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. നേതാക്കന്മാരെ പലരും ശിരസിന്റെ മീതെ പറക്കും, നമ്മളെ തലയുടെ മീതെ പോകും. ചിലർ തലയുടെ അകത്തു കൂടി പോകും, കുറച്ചുകൂടി മഹത്വങ്ങളാണ്. തങ്ങൾ അവിടെയല്ല, തലന്റെ മീതെ അല്ല, തലന്റെ അകത്തു കൂടിയല്ല, ഇറങ്ങി നമ്മൾ നെഞ്ചിലൂടെ പോകും. അങ്ങനെ ഓരോ കാലും സൂക്ഷിച്ചമർത്തി വെച്ച് ഇതിൽ കൗതുകമുള്ള ഫോട്ടോ ഉണ്ട്. ഇതിൽ ഏറ്റവും വലിയ ഫോട്ടോ അതാണ്, എന്നെ ഏറ്റവും സ്പർശിച്ച ഫോട്ടോ അതാണ്. വോട്ട് ചെയ്യാൻ പോകും ജീവനോടെ നിൽക്കുന്ന ഓർമ്മയാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഓർമ്മ. ആ ഓർമ്മക്ക് ജീവനാണ്, നമ്മളൊക്കെ പറയുന്ന വാക്കുകൾക്ക് ജീവനാണ്. ലൈവായ മെമ്മറിയാണ്. മെമ്മറി ലൈവാണെന്നാണ് ഞാൻ പറയുന്നത്. മെമ്മറി ലൈവാണ്, എപ്പോഴും ലൈവ്. എത്ര കൊല്ലം കഴിഞ്ഞാലും തങ്ങളെ പറ്റുന്ന ഓരോ സംഗതിയാണ് തങ്ങൾ അഗാധമാക്കി, ആഴമുള്ളതാക്കി. മതത്തെക്കുറിച്ചുള്ള ബോധത്തെ അഗാധമാക്കി, ആഴമുള്ളതാക്കി. ഡീപ്പ് ഡെപ്താണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ്. ആഴക്കടലാണ്. അതിൽ മുത്തുണ്ട്, പവിഴമുണ്ട്, വൈഡൂര്യമുണ്ട്, ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആഴക്കടലാണ്. രാഷ്ട്രീയത്തെ അഗാധമാക്കി. തങ്ങളൊക്കെ രാഷ്ട്രീയത്തിലുണ്ടായതുകൊണ്ടാണ് രാഷ്ട്രീയം ഇത്ര നല്ലൊരു സംഗതിയാണ്. പൂക്കോയത്തങ്ങൾ രാഷ്ട്രീയ പ്രവേശം, അതോടുകൂടി അതിന് വേറൊരു വിശുദ്ധിക്ക് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോടെ അഗാധമായി. പൊളിറ്റിക്സ് ഡീപ്പായി. മഹത്വങ്ങൾക്ക് വരാം, ലക്ഷ്യസ്നേഹികൾക്ക് വരാം, ആധ്യാത്മിക നേതാക്കന്മാർക്കും രാഷ്ട്രീയമാവാം. അങ്ങനെ തന്നെയാണ് ചരിത്രം. അങ്ങനെ തന്നെ പഠിപ്പിക്കണം. അങ്ങനെ തന്നെ ഗാന്ധിജി രാഷ്ട്രീയത്തെ അഗാധമാക്കി. ഗാന്ധിജിയോട് ഒരുപാട് താരതമ്യപ്പെടുത്താവുന്ന നേതാവാണ് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ്. ഗാന്ധിയുടെ മതേതരത്വം മതത്തെ ഒഴിവാക്കിയുള്ള മതേതരത്വം ആയിരിക്കില്ല. ഗാന്ധി മതത്തിൽ ഉറച്ചു വിശ്വാസത്തിൽ. അതായിരുന്നു ശിഹാബ് തങ്ങൾ. ടു സ്റ്റഡി റിലീജിയൻ, ടു സ്റ്റഡി സെക്യുലറിസം, ടു സ്റ്റഡി ഇന്ത്യ, ഇതൊക്കെ സ്വായത്തമാക്കണം. മഹാനായ തങ്ങളുടെ പാഠപുസ്തകമാണ്. ഇത് രാഷ്ട്രീയം പഠിക്കണം, ശിഹാബ് തങ്ങളിലേക്ക് നോക്കുക. ഇത് മതം പഠിക്കണം, തങ്ങളിലേക്ക് നോക്കുക. മതത്തിന്റെ ഒരു സിദ്ധാന്തം മാത്രമല്ല, പ്രയോഗമാണ്. പ്രാക്ടിക്കൽ റിലീജിയൻ, തിയററ്റിക്കൽ റിലീജിയൻ മാത്രമല്ല, പ്രാക്ടിക്കൽ റിലീജിയൻ, പ്രായോഗിക മതം. സ്നേഹത്തെ ആഴമുള്ളത്. സ്നേഹം എല്ലാവർക്കും കൊടുത്തു, അത് അനുഭവിപ്പിച്ചു, എല്ലാവരും അത് അനുഭവിച്ചു. നിസ്സംഗതയുടെ പേരാണ് ശിഹാബ് തങ്ങൾ. കാര്യങ്ങളോടൊക്കെ ഒരു നിസ്സംഗത ഇതിലൊക്കെ ഉണ്ടാവും, എന്നാൽ ഒന്നിലും ഉണ്ടാവില്ല. തങ്ങൾ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കും എന്ന് വെച്ചാൽ വസ്ത്രം കമ്പക്കാരനല്ല. തങ്ങളടുത്ത് പോയ ഏറ്റവും നല്ല ചൂമണുണ്ടാവും, നല്ല സുഗന്ധം, നല്ല കമ്പക്കാരനല്ല. മലയാള മനോരമ ചരിത്രത്തെ ഉണർത്തി. മലയാള മനോരമ ഇതിഹാസത്തെ ഈ മുറ്റത്ത് ആ പാടുവാറിലേക്ക് പുറപ്പനത്തിലൂടെ പാടുവാറിലേക്ക് ഒരുപാട് തവണ ഞങ്ങളവിടെ യാത്ര ചെയ്യും, ഞങ്ങളവിടെ പോകും. ഞങ്ങള് കല്ലിടലും എന്റെ പ്രസംഗം ഞാനും വാർത്താനൊക്കെ പറയും, പല കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. നമ്മൾ വേറെ എവിടെയെങ്കിലും എന്നാൽ ശരിക്കും അവിടെ എത്തും. ഞങ്ങള് വർത്താനൊക്കെ ഒരു 5 മിനിറ്റ് പറഞ്ഞാലായി 6ാമത്തെ മിനിറ്റിൽ ഉറങ്ങാൻ തുടങ്ങി. അപ്പോ ഞങ്ങളെ തല വന്നിട്ട് നമ്മളെ നെഞ്ചിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ വീഴും. അപ്പൊ ഞാൻ ചെയ്തിരുന്നൊരു പണിയുണ്ട്, ഒന്ന് നെഞ്ച് നേരെ വെച്ചെടുക്കും. അങ്ങനെ ഒരു മഹത്തായ ശിരസ് മഹത്തുക്കളുമായുള്ള സമ്പർക്കത്തിൽ ഏത് മൺതരിയും തങ്കമാകും.
തങ്ങളുടെ ഓർമ്മകൾക്കൊരു പുതിയ മാനമാണ്. മലയാള മനോരമ അത് ചെയ്തത് മലയാള മനോരമ തങ്ങളോട് വളരെ ബന്ധപ്പെട്ട പത്രമാണ്. ഇത് ആ ജീവിതത്തിലൂടെയുള്ള നമ്മുടെ യാത്രയാണ്. തങ്ങളെന്ന വൻമരം, തണൽ മരം, അതിന്റെ ചുവട്ടിൽ തന്നെ നമ്മളിപ്പോഴും തണൽ ഓർമ്മ എന്നാണ് ഇതിന് പേരിട്ടത്. നമ്മളിപ്പോഴും ആ തണൽ ചോട്ടാണ്. ഇന്ന് നടക്കുന്നവർക്ക് തങ്ങളുടെ കാഴ്ചപ്പാടുകളാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസം, പുരോഗതി, എന്നുള്ള A+ വിദ്യാലയങ്ങൾ, അതൊക്കെ മഹത്തായ ആ നേതൃത്വം. തങ്ങളാണ് എന്റെ ശില്പി. നമ്മളിന്നും ആ തണൽ ചോട്ടാണ്.